Transposed direct form 2. Transpose of a structure is defined by the following operations. So, ഇപ്പോൾ ഒരു structure നമുക്കിപ്പോൾ direct form 2 ആണ്. So, direct form 2ന്റെ structureനെ നമുക്ക് അതിന്റെ transpose എടുക്കാനുള്ള steps ആണ്. First step എന്ന് പറയുന്നത് reverse the direction of all branches in the signal flow graph. ആദ്യം നമ്മൾ അതിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുന്നു. ഇപ്പൊ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ ആണെങ്കിൽ ആ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുന്നു. എന്നിട്ട് ആ സിഗ്നൽ ഫ്ലോ ഗ്രാഫില് എല്ലാ ബ്രാഞ്ചസിന്റെയും ഡയറക്ഷൻ എന്ത് ചെയ്യാണ്, നമ്മൾ റിവേഴ്സ് ചെയ്യാണ്. ദെൻ ഇന്റർചേഞ്ച് ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. ഇൻപുട്സ് ഉള്ളിടത്ത് നമ്മൾ ഔട്ട്പുട്ട് ആക്കുന്നു, ഔട്ട്പുട്സ് ഉള്ളിടത്ത് എന്താക്കുന്നു, ഇൻപുട്ട് ആക്കുന്നു. എക്സ് ഓഫ് എൻ മാർക്ക് ചെയ്തെടുത്ത് വൈ ഓഫ് എൻ ഉള്ളിടത്ത് എക്സ് ഓഫ് എൻ. Then reverse the roles of all nodes in the flow graph. പിന്നെ നമ്മൾ നോട്ട്സിന്റെ റോള് റിവേഴ്സ് ചെയ്യുക. റോള് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാല് സമ്മിങ് പോയിന്റ്സിനെല്ലാം നമ്മൾ എന്താക്കി മാറ്റാണ്, ബ്രാഞ്ചിങ് പോയിന്റ്സ് ആക്കി മാറ്റുന്നു. ബ്രാഞ്ചിങ് പോയിന്റ്സിനെല്ലാം സമ്മിങ് പോയിന്റ്സ് ആക്കി മാറ്റുന്നു. സോ ഇത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്പോസ്ഡ് ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ കിട്ടും. സോ ട്രാൻസ്പോസ്ഡ് സ്ട്രക്ചർ കിട്ടാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ആദ്യം അതിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുക. സ്ട്രക്ചറിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ ബ്രാഞ്ചസിന്റെ എല്ലാ ഡയറക്ഷൻസ് റിവേഴ്സ് ചെയ്യുക. ഇൻപുട്സും ഔട്ട്പുട്സും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. നോട്ട്സിന്റെ റോള് റിവേഴ്സ് ചെയ്യുക. അതായത് സമ്മിങ് നോട്ട്സിന് ബ്രാഞ്ചിങ് പോയിന്റ്സ്, സമ്മിങ് പോയിന്റ്സിനെ ബ്രാഞ്ചിങ് പോയിന്റ്സ് ആക്കുക, ബ്രാഞ്ചിങ് പോയിന്റ്സിന് എന്താക്കുക, സമ്മിങ് പോയിന്റ്സ് ആക്കുക. ട്രാൻസ്പോസിഷൻ തിയറം എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്താലും സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അക്കോർഡിംഗ് ടു ട്രാൻസ്പോസിഷൻ തിയറം ദ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിമെയിൻ അൺചേഞ്ച്ഡ് ബൈ ട്രാൻസ്പോസിഷൻ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദ ഡയറക്റ്റ് ഫോം 2 ആൻഡ് ട്രാൻസ്പോസ്ഡ് ഡയറക്റ്റ് ഫോം 2 ഫോർ ദ ഗിവൻ സിസ്റ്റം y of n is equal to 1/2 y of n minus 1 minus 1/4 y of n minus 2 plus x of n plus x of n minus 1. ആദ്യം എന്ത് ചെയ്യുന്നത്, നമുക്ക് കറസ്പോണ്ടിങ് സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z എഴുതാം. z ട്രാൻസ്ഫോം എടുത്തിട്ട് ഡിഫറൻസ് ഇക്വേഷന്റെ കറസ്പോണ്ടിങ് z ട്രാൻസ്ഫോം എടുക്കുക. അതിൽ നിന്ന് y of z by x of z കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 plus z raised to minus 1 divided by 1 minus 0.5 z raised to minus 1 plus 0.25 z raised to minus 2 എന്ന് കിട്ടും. സോ ഇതിന്റെ കറസ്പോണ്ടിങ് ഡയറക്റ്റ് ഫോം 2 വരയ്ക്കാൻ നമുക്ക് അറിയാം. സോ എന്ത് ചെയ്യണം, ഇൻപുട്ട് സൈഡിന് വേണ്ടിയിട്ട് എവിടെയാണ് നോക്കേണ്ടുള്ളത്, ഡിനോമിനേറ്റർ സൈഡ് നോക്കുക. ഡിനോമിനേറ്റർ സൈഡ് നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സൈഡ്. സോ മുകളിൽ z raised to minus 1, താഴെ z raised to minus 2. സോ നടുക്ക് എത്ര ഡിലേ എലമെന്റ്സ് വേണം, മാക്സിമം. സോ 2 ഡിലേ എലമെന്റ്സ്. സോ എക്സ് ഓഫ് എൻ പ്ലസ് ഇത് കോഎഫിഷ്യന്റ് 1, ബാക്കി എല്ലാത്തിന്റെയും കോഎഫിഷ്യൻസിന്റെ ഓപ്പോസിറ്റ് സൈൻ ആക്കണം. സോ -5 +5 ആവും. പ്ലസ് 0.25 എന്താ, -0.25. ഇത് z raised ഫോം, ഇത് എന്താണ്, ഇവിടെ നിന്ന് നമുക്ക് ഇൻറ്റു z raised to minus 1. ഇവിടെ z raised to minus 2ന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് ആണ് പ്ലസ് 0.25. അപ്പൊ എന്നെ എന്താക്കണം, -0.25. രണ്ട് ടേംസ് വെച്ച് ആഡ് ചെയ്തെടുക്കുന്നു. ഇനി ന്യൂമറേറ്റർ സൈഡ് നോക്കുക. അപ്പൊ 1 plus z raised to minus 1. സോ ഇവിടെ കോഎഫിഷ്യന്റ് 1, z raised to minus 1ന്റെ കോഎഫിഷ്യന്റ് 1. സോ ഇവിടെ മുകളിൽ നമ്മൾ സൈൻ ചേഞ്ചസ് ഒന്നും ചെയ്യില്ല. സോ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ കിട്ടി. അടുത്ത സ്റ്റെപ്പ് ഈ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറിന്റെ കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുക. സോ ഈ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറിന്റെ കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയറിയാം, സമ്മിങ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇത് സമ്മിങ് പോയിന്റ് ആണ്, ഇത് സമ്മിങ് പോയിന്റ് ആണ്, ഇത് സമ്മിങ് പോയിന്റ് ആണ്. ബ്രാഞ്ചിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് ബ്രാഞ്ചിങ് പോയിന്റ് ആണ്, ഇത് ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. ഇത് ബ്രാഞ്ചിങ് പോയിന്റ് ആണോ, ഇത് ബ്രാഞ്ചിങ് പോയിന്റ് അല്ല. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നേ ഉള്ളൂ, വേറെ ബ്രാഞ്ചസ് ഒന്നും ഇല്ല. സോ ഇത് ബ്രാഞ്ചിങ് പോയിന്റ് അല്ല. ഇത് രണ്ടും ബ്രാഞ്ചിങ് പോയിന്റ് ആണ്, ഇത് മൂന്നും സമ്മിങ് പോയിന്റ്സ് ആണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ഓഫ് എൻ ദാണ്ട് ഈ നോഡ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം ഈ റെപ്രസെന്റേഷനിൽ എങ്ങനെയായിരുന്നു, ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷനിൽ രണ്ട് സിഗ്നൽസിന് തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് ആഡർ പ്ലേസ് ചെയ്തു പോയാ ചെയ്തത്. ഏത് ആഡറിലോട്ട് നിങ്ങൾ നോക്കിയാലും അതിനകത്ത് 2 സിഗ്നൽസ് മാത്രമായിരിക്കും വരിക. ഇവിടെ ആണെങ്കിൽ ഈ ആഡറിൽ 2 സിഗ്നൽസ് വരുന്നു, ഈ ആഡറിൽ 2 സിഗ്നൽസ് വരുന്നു. നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അങ്ങനെ ഓരോ പോയിന്റിലും ഓരോ ആഡറിലും നമുക്ക് ഒരു നോഡ് വെക്കണം എന്നില്ല. കാര്യം സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞു, ഒരു നോഡിലോട്ട് വരുന്ന എല്ലാ സിഗ്നൽസിനെയും അത് എന്ത് ചെയ്തെടുക്കും, ആഡ് ചെയ്തെടുക്കും. ഒരു നോഡിലോട്ട് എൻ്റർ ആവുന്ന എല്ലാ സിഗ്നൽസിനെയും ആ നോഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യും. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു സിംഗിൾ, ഈ 2 ആഡേഴ്സ് ഒരുമിച്ച് നമുക്ക് എന്ത് കൊടുക്കാം, സിംഗിൾ നോഡായിട്ട് കൊടുക്കാം. കാര്യം w of n കിട്ടാന്ന് വെച്ചാൽ എന്താണ്, ഈ 3 ടേംസ്, എക്സ് ഓഫ് ന്റെ ടേം, പിന്നെ ഇവിടെ നിന്ന് വരുന്ന ഈ ടേം, 3 ടേംസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, w of n കിട്ടുന്നത്.
സോ ഈ രണ്ട് ആഡേഴ്സും കൂടെ ഒരുമിച്ച് നമുക്കൊരു സിംഗിൾ നോഡായിട്ട് കൊടുക്കാം. സോ എക്സ് ഓഫ് എൻ വരുന്നു. പിന്നെ ഇവിടെ നിന്ന് ആരാ വരുന്നത്? ഇസഡ് റൈസ് ടു -1. ഈ ബ്ലോക്കിന് പകരം നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാം? ട്രാൻസ്മിറ്റൻസ് അല്ലെ ഗെയിൻ ഇസഡ് റൈസ് ടു -1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഇസഡ് റൈസ് ടു -1 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ എന്ത് മാർക്ക് ചെയ്യുന്നു? -0.25 മാർക്ക് ചെയ്യുന്നു. ഇവിടെ 0.5 മാർക്ക് ചെയ്യുന്നു. ഈ മൂന്ന് ടേംസും കൂടെ, ഈ ടേം എക്സ് ഓഫ് എൻ, ഈ മൂന്ന് ടേമും കൂടി ഈ നോഡിൽ ആഡ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടുന്നു? ഡബ്ല്യു എഫ് എൻ കിട്ടുന്നു. സോ ഈ നോഡ് ഇവിടെ ഡബ്ല്യു എഫ് എൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത വൈ എഫ് എൻ്റെ കേസിൽ ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഇവിടെ നിന്ന് വരുന്നുണ്ട്. സോ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു. രണ്ടിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും മാർക്ക് ചെയ്യാത്തത്. സോ എന്ത് കിട്ടുന്നു? വൈ എഫ് എൻ കിട്ടുന്നു. സോ ഇതിന്റെ ഈ ബ്ലോക്കിന്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടി? സിഗ്നൽ ഫ്ലോ ഗ്രാഫ് കിട്ടി. സോ ഇപ്പൊ നമുക്ക് കിട്ടിയ ഡയറക്റ്റ് ഫോം 2ന്റെ കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ സമ്മിങ് പോയിന്റ്, ബ്രാഞ്ചിങ് പോയിന്റ്, സമ്മിങ് പോയിന്റ്, ബ്രാഞ്ചിങ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്? എല്ലാ ബ്രാഞ്ചസിന്റെയും ഡയറക്ഷൻസ് റിവേഴ്സ് ചെയ്യാം. അപ്പൊ ഇതേപോലെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരച്ചു, എന്നിട്ട് എല്ലാ ബ്രാഞ്ചസിലെയും ഡയറക്ഷൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്? റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ സമ്മിങ് പോയിന്റിലോട്ട് പോയിരുന്നു. സോ ഇപ്പൊ ഇവിടെ നിന്ന് എന്താണ്? ഇവിടെ തിരിച്ച് ഡയറക്ഷൻ തിരിച്ചു. സോ ഇങ്ങനെ എല്ലാ ബ്രാഞ്ചസിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ഷൻസ് റിവേഴ്സ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർചേഞ്ച് ചെയ്യുക. എക്സ് ഓഫ് എൻ ഉള്ളിടത്ത് വൈ ഓഫ് എൻ, വൈ ഓഫ് എൻ ഉള്ളിടത്ത് എക്സ് ഓഫ് എൻ. ഇനി അടുത്തത് ദ സമ്മിങ് പോയിന്റ് ആയിട്ടുള്ളത് ഇവിടെ ബ്രാഞ്ചിങ് പോയിന്റ് ആയി, ഇവിടെ ബ്രാഞ്ചിങ് പോയിന്റ് ആയത് ഇവിടെ സമ്മിങ് പോയിന്റ് ആയി, ഇവിടുത്തെ സമ്മിങ് പോയിന്റ് ഇവിടെ ബ്രാഞ്ചിങ് പോയിന്റ്. ഇതെന്തായിരുന്നു? ബ്രാഞ്ചിങ് പോയിന്റ് എന്താവുന്നു? സമ്മിങ് പോയിന്റ് ആവുന്നു. ഇവിടെ തെറ്റിപ്പോരുത് എപ്പോഴും, ഇത് ബ്രാഞ്ചിങ് പോയിന്റ് അല്ല, ആകെ ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. വേറെ മിനിമം 2 ബ്രാഞ്ചസിലോട്ടെങ്കിലും പോകുന്നൊന്നുമില്ല. സോ ഇത് ബ്രാഞ്ചിങ് പോയിന്റോ സമ്മിങ് പോയിന്റോ ഒന്നുമല്ല. ഇനി അടുത്ത എന്താണ്? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ചിരിക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ നോക്കിയിട്ട് ഇതിൽ നിന്ന് തന്നെ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം, അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. ഇതാണ്ട് എക്സ് ഓഫ് എൻ ടു വൈ ഓഫ് എൻ ആരോ കാണിച്ചിരിക്കുന്നു. എക്സ് ഓഫ് എൻ ടു വൈ ഓഫ് എൻ പോകുന്നു. എക്സ് ഓഫ് എൻ എൻ്റർ ചെയ്യുന്ന പോയിന്റ് എന്താണ്? ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. എക്സ് ഓഫ് എന്നിൽ നിന്ന് വരുന്നത് ഈ ഒരു ബ്രാഞ്ച്. സോ ഈ ആ ഒരു ബ്രാഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷൻ അതുപോലെ പോകുന്നത് ഒരു സമ്മിങ് പോയിന്റിലോട്ട്. സോ ഇതേ ഡയഗ്രാം തന്നെ സെയിം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ചേ ഉള്ളൂ. എക്സ് ഓഫ് എൻ ഇങ്ങോട്ട് വരുന്നു, അപ്പുറത്ത് വൈ ഓഫ് എൻ വരുന്ന രീതിയിൽ സെയിം ഡയഗ്രാം റീഅറേഞ്ച് ചെയ്തിരിക്കുന്നു. നിർബന്ധമില്ല, ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കറസ്പോണ്ടിങ് ഡയറക്റ്റ് ഫോം 2 ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം. സോ ഈ കിട്ടിയ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന്, അതായത് ട്രാൻസ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ എക്സ് ഓഫ് എൻ, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. സോ ബ്രാഞ്ചിങ് പോയിന്റ് അവിടെ നിന്ന് എന്ത് പോരുന്നു? ഇവിടെ എല്ലാം കോഎഫിഷ്യന്റ് 1 ആണ്. സോ ഇവിടെ കോഎഫിഷ്യന്റ് 1. സമ്മിങ് പോയിന്റ് ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്തു? ആഡർ പ്ലേസ് ചെയ്തു. ഇസഡ് റൈസ് ടു -1 കാണിച്ചിരിക്കുന്നിടത്ത് ഡിലേ എലമെന്റ് പ്ലേസ് ചെയ്തു. വീണ്ടും ഇവിടെ സമ്മർ ഉണ്ട്. സോ അവിടെ സമ്മർ പ്ലേസ് ചെയ്തു. സമ്മിങ് പോയിന്റ് ആണ്. സോ ഇവിടെ ആഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്ത് കാണിച്ചിട്ടുണ്ട്? നമുക്ക് ഇസഡ് റൈസ് ടു -1. സോ ഡിലേ എലമെന്റ് പ്ലേസ് ചെയ്തു. ഇവിടെ എന്താണ് നമുക്ക് കാണിച്ചു? 0.5 -0.25. സോ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇത് ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. സോ ഇവിടെ ബ്രാഞ്ചിങ് പോയിന്റ്. സമ്മിങ് പോയിന്റ് ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്യുന്നു? ആഡേഴ്സ് പ്ലേസ് ചെയ്യുന്നു. ഇസഡ് റൈസ് ടു -1 ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്യുന്നു? ഡിലേ എലമെന്റ്സ് പ്ലേസ് ചെയ്തു. സോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡയറക്റ്റ് ഫോം 2ന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്പോസ്ഡ് ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ കിട്ടി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ട്രാൻസ്പോസ്ഡ് ഡയറക്റ്റ് ഫോം 2 ഓഫ് എ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ സ്ട്രക്ചർ. സോ സെക്കൻഡ് ഓർഡർ IR ഫിൽട്ടറിന്റെ ജനറൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. h of z is equal to b0 plus b1 z raised to -1 plus b2 z raised to -2 divided by 1 plus a1 z raised to -1 plus a2 z raised to -2. So corresponding direct form 2 structure ആദ്യം വരയ്ക്കുക. സോ അതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻപുട്ട് സൈഡിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ നോക്കുന്നു. സോ 1 കോഎഫിഷ്യന്റ്, ബാക്കി a1 a2 ഇത് രണ്ടും സൈൻ ഇന്റർചേഞ്ച് ചെയ്യണം. സോ -a1 -a2. നടുക്ക് എത്ര വേണം? ഡിലേ എലമെന്റ്സ് മുകളിലും താഴെ 2 എണ്ണം. സോ 2 ഡിലേ എലമെന്റ്സ് പ്ലേസ് ചെയ്തു. ആഡർ, ഡിലേ എലമെന്റ്സ്, ആഡേഴ്സ്. സോ ഈ രീതിയിലാണ് ഡയറക്റ്റ് ഫോം 2ന്റെ സ്ട്രക്ചർ. ഇനി എവിടെ നോക്കുകയാണ്? ന്യൂമറേറ്റർ നോക്കുമ്പോൾ b0 കോഎഫിഷ്യന്റ്, b1 b2. അവിടെ നമ്മൾ സൈൻ ഒന്നും ഇന്റർചേഞ്ച് ചെയ്യുന്നില്ല. സോ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ കിട്ടി. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുകയാണ്. എക്സ് ഓഫ് എൻ മാർക്ക് ചെയ്തു. ഇതാണ്ട് ഇവിടെ സമ്മർ ഉണ്ട്. സോ അവിടെ ആഡർ ഉണ്ട്. സോ അവിടെ നമ്മൾ സമ്മിങ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സും കൂടി ഒരു സിംഗിൾ നോഡിലോട്ടാണ് കൊടുക്കുന്നത്. -a1 -a2 മാർക്ക് ചെയ്തു.
ഇതെന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആണ്? ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. സോ ഇത് ബ്രാഞ്ചിങ് പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും ആഡർ ആണ്. സോ സമ്മിങ് പോയിന്റ് എസ് മാർക്ക് ചെയ്തു. ഇവിടെ നോക്കിയാൽ ഇത് ബ്രാഞ്ചിങ് പോയിന്റ് ആണ്, അത് ബി എന്ന് മാർക്ക് ചെയ്തു. ഈ പോയിന്റ് നോക്കിയാൽ ഇവിടുന്ന് വരുന്ന സിഗ്നൽ രണ്ട് സൈഡിലോട്ടും ബ്രാഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. സോ അപ്പൊ ഇതും എന്ത് പോയിന്റ് ആണ്? ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. സോ അത് എന്ത് ചെയ്ത് മാർക്ക് ചെയ്തു? ബി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഇനി അപ്പൊ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആയി. ഇനി കറസ്പോണ്ടിങ് എന്ത് ചെയ്യണം? ട്രാൻസ്പോസിഷൻ ചെയ്യണം. സോ ഡയറക്ട് ഫോം 2ന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്പോസിഷൻ ചെയ്യുന്നു. ട്രാൻസ്പോസിഷൻ ചെയ്യുമ്പോൾ എല്ലാ ബ്രാഞ്ചസിലെയും ഡയറക്ഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. എക്സ് ഓഫ് എൻ ഉള്ളിടത്ത് വൈ ഓഫ് എൻ, വൈ ഓഫ് എൻ ഉള്ളിടത്ത് എക്സ് ഓഫ് എൻ, എസ് എന്ന് മാർക്ക് ചെയ്ത് സമ്മിങ് പോയിന്റ്സ് മാർക്ക് ചെയ്തെടുത്തെല്ലാം ബ്രാഞ്ചിങ് പോയിന്റ്സ് ആയി. ഇനി അടുത്ത ബ്രാഞ്ചിങ് പോയിന്റ്സ് മാർക്ക് ചെയ്ത പോയിന്റ്സിലെല്ലാം എന്തായി? സമ്മിങ് പോയിന്റ്സ് ആക്കി മാറ്റി. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എക്സ് ഓഫ് എൻ ടു വൈ ഓഫ് എൻ പോകുന്നു. സോ ഇവിടെ എക്സ് ഓഫ് എൻ ടു വൈ ഓഫ് എൻ പോകുന്നു. എക്സിന്ന് ഈ നോഡിൽ നിന്ന് പോകുന്ന ഈ ബ്രാഞ്ചിങ് പോയിന്റിൽ നിന്ന് പോകുന്ന നോട്ട്സ് ഒക്കെ തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്നത് B1 B2, എക്സിന്ന് വരുന്ന ബ്രാഞ്ചിങ് പോയിന്റ് അവിടെ നിന്ന് പോകുന്നത് B1 B2. വൈ ഓഫ് എന്നിന്റെ കറസ്പോണ്ടിങ് ബ്രാഞ്ചിങ് പോയിന്റിലോട്ട് വരുന്ന പോകുന്നത് -A1 -A2, ഇവിടെ -A1 -A2. റീഅറേഞ്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ വരയ്ക്കാം. സോ ഇനി സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ ആണ്. സോ ഇതെല്ലാം ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. ഇത് ബ്രാഞ്ചിങ് പോയിന്റ്, ഇതും ബ്രാഞ്ചിങ് പോയിന്റ്. ബാക്കി ആഡർ എസ് എന്ന സമ്മിങ് പോയിന്റ് ഉള്ളിടത്തുള്ളതെല്ലാം എന്ത് ചെയ്തു? ആഡർ പ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ ആഡർ ഉണ്ട്, ഇവിടെ ആഡർ ഉണ്ട്, ഇതാണ്ട് ഈ പോയിന്റിലും ആഡർ ഉണ്ട്. Z⁻⁻1 ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്തു? ഡിലേ എലമെന്റ് പ്ലേസ് ചെയ്തു. ഡയറക്ഷൻസ് എല്ലാം കറസ്പോണ്ടിങ് കറക്റ്റ് ആയിട്ട് നോക്കി വരയ്ക്കുക. കോഎഫിഷ്യൻസും കൊടുക്കുക. നെക്സ്റ്റ് കാസ്കേഡ് ഫോം. കാസ്കേഡ് ഫോമിന്റെ കേസിൽ സിസ്റ്റം ഫംഗ്ഷൻ അല്ലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. സ്മോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. H1 of Z, H2 of Z, etc. up to HK of Z എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ ലാസ്റ്റ് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം? ഒറിജിനൽ H of Z തന്നെ കിട്ടണം. സോ H of Z is equal to H1 of Z into H2 of Z into etc. up to HK of Z. അതിനുശേഷം എച്ച് ഓഫ് ഇസഡിനെ ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റിയലൈസ് ചെയ്യുന്നില്ല. അതിന് പകരം H1 of Zനെ ഡയറക്ട് ഫോം 2ൽ റിയലൈസ് ചെയ്യുന്നു, H2 of Zനെ ഡയറക്ട് ഫോം 2ൽ റിയലൈസ് ചെയ്യുന്നു, എക്സെട്ര അപ് ടു HK of Z വരെ ഡയറക്ട് ഫോം 2ൽ റിയലൈസ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാ സ്ട്രക്ചേഴ്സിനെയും എന്ത് ചെയ്യാണ്? കാസ്കേഡ് ചെയ്തെടുക്കുന്നു. സോ അതുകൊണ്ടാണ് ഇതിന്റെ എന്ത് പേര് പറയുന്നത്? കാസ്കേഡ് ഫോം എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്കിവിടെ H of Z തന്നിട്ടുണ്ട്. ഈ H of Zനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. H1 of Z, H2 of Z. സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാം. പക്ഷെ ഫൈനലി എന്തായാൽ മതി? സ്പ്ലിറ്റ് ചെയ്ത എല്ലാ ഫംഗ്ഷൻസും കൂടെ കിട്ടിയ ഫംഗ്ഷൻസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒറിജിനൽ H of Z കിട്ടണം എന്നേ ഉള്ളൂ. സോ ഇവിടെ ഇപ്പൊ ഈ രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. H1 of Z എന്ന് പറയുന്നത് ഈ ടേം ഇത് ഇത്രയും കൂടെ ഒരുമിച്ച് H1 of Z ആയിട്ട് എഴുതി, ഇത് ഇത്രയും കൂടെ ഒരുമിച്ച് എന്തായിട്ട് എടുത്ത്? H2 of Z ആയിട്ട് എടുത്തു. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? H of Z തന്നെ കിട്ടും. ഇനി H1 of Z നെ ഡയറക്ട് ഫോം 2 വെച്ച് റിയലൈസ് ചെയ്യുന്നു, H2 of Z നെ ഡയറക്ട് ഫോം 2 വെച്ച് റിയലൈസ് ചെയ്യുന്നു. രണ്ടിനെയും കൂടെ കാസ്കേഡ് ചെയ്ത് എടുക്കുന്നു. ഇവിടെ H1 of Z, H2 of Z കാണിച്ചിട്ടുണ്ട്. സോ ഇനി ഓരോന്നിനെയും ഡയറക്ട് ഫോം 2ൽ റിയലൈസ് ചെയ്യാണ്. H1 of Z നെ ഡയറക്ട് ഫോം 2ൽ റിയലൈസ് ചെയ്യുന്നു. ഇവിടെ ന്യൂമറേറ്റർ പോർഷൻ ഡിനോമിനേറ്റർ പോർഷൻ നോക്കുമ്പോഴത്തേക്ക് 1+1 കോഎഫിഷ്യന്റ് 1, AK1 AK2. സോ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? സൈൻ ഇന്റർചേഞ്ച് ചെയ്യുന്നു. പിന്നെ ന്യൂമറേറ്റർ പോർഷൻ നോക്കുന്നു. സോ അവിടുത്തെ കോഎഫിഷ്യൻസ് BK0 BK1 BK2. സോ അതെല്ലാം മാർക്ക് ചെയ്തു. അപ്പൊ ഫസ്റ്റ് H1 of Z ന്റെ കറസ്പോണ്ടിങ് ഡയറക്ട് ഫോം 2 സ്ട്രക്ചറായി. അടുത്ത ഇതുപോലെ തന്നെ H2 of Z ന്റെ കറസ്പോണ്ടിങ് ഡയറക്ട് ഫോം 2 സ്ട്രക്ചറും വരച്ചു. സോ ഇനി ഇതിന്റെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്തെടുക്കുകയാണ്? കാസ്കേഡ് ചെയ്തെടുക്കുന്നു. സോ ഇൻപുട്ട് ഇവിടെ X of n കൊടുക്കുന്നു. ഫൈനൽ കാസ്കേഡ് ചെയ്തെല്ലാം കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് Y of n കിട്ടുന്നു. Next question, realize a system with a difference equation. Difference equation ഇവിടെ തന്നിട്ടുണ്ട് in cascade form. So difference equation Z transform എടുക്കുക. Z transform എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? Y of Z is equal to 3/4 y of n minus 1 എന്ത് കിട്ടും? Z raised to -1 y of Z minus 1/8 Z raised to -2 y of Z plus x of Z plus 1/3 Z raised to -1 x of Z. പിന്നെ നമ്മൾ അതിൽ നിന്ന് H of Z കണ്ടുപിടിക്കുക. H of Z എന്ന് പറഞ്ഞാൽ എന്താണ്? Y of Z by x of Z. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഇതിനെ നമുക്ക് എന്തായിട്ട് ചെയ്യണം? കാസ്കേഡ് ഫോമിലാണ് ചെയ്യാൻ പറഞ്ഞത്. സോ കാസ്കേഡ് ഫോമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഈ സെക്കൻഡ് ഓർഡറിനെ നമ്മൾ 2 ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റുന്നു.
സോ ഇതിനെ നമ്മൾ എന്താക്കുന്നു, രണ്ട് ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റുന്നു. എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് h1 of z h2 of z. സോ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇവിടെ h1 of z എന്തെടുത്തു, ഈ രണ്ട് ടേംസും കൂടെ h1 of z ആയിട്ട് എടുത്തു. h2 of z എന്ന് പറയുന്നത് 1/1 minus 1/4 z raised to -1 എടുത്തു. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, h of z തന്നെ കിട്ടും. ഇനി വേണമെങ്കിൽ ഈ രണ്ട് ടേമും കൂടെ എടുക്കാം h1 of z ആയിട്ട് 1/1 minus 1/2 z raised to -1 സെക്കൻഡ് ടേം ആയിട്ടും എടുക്കാം. സോ ഇഷ്ടമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ ഫൈനലി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം, h of z തന്നെ കിട്ടണം. ഇനി ഓരോന്നിനെയും നമ്മൾ ഡയറക്റ്റ് ഫോം 2ൽ എന്ത് ചെയ്യാണ്, റിയലൈസ് ചെയ്യാണ്. സോ h1 of z ന്റെ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ആണിത്. ഇവിടെ നോക്കിയാൽ 1ഉം -1/2 അതെന്താവും, 1ഉം +1/2 മുകളിൽ 1ഉം 1/3 1ഉം 1/3 ഒരുപോലെ. സോ ഒരു ഡിലേ എലമെന്റ് മതി. സോ അതാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് h1 of z ന്റെ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ. അടുത്ത ഇതിൻ്റെതാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇൻപുട്ട് സൈഡ് നടുക്ക് ഒരു ഡിലേ എലമെന്റ് പ്ലേസ് ചെയ്ത് ഒരെണ്ണം മതി. പിന്നെ ഇൻപുട്ട് സൈഡ് നോക്കുമ്പോൾ 1ഉം -1/4 സോ 1ഉം +1/4. ഇനി ഔട്ട്പുട്ട് സൈഡിൽ നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ, 1 കോഎഫിഷ്യന്റ് 1 എന്ന വാല്യൂ ഉള്ളൂ. സോ അപ്പൊ അത് മാത്രം 1. സോ വേറെ പോയിന്റ്സ് ഒന്നും ഇല്ല. രണ്ടും കൂടി കാസ്കേഡ് ചെയ്തെടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ h1 of z h2 of z ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ടേംസ് ഒരുമിച്ച് h1 of z, ഈ രണ്ട് ടേംസ് ഒരുമിച്ച് h2 of z. ഓരോന്നിന്റെ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ വരച്ചിരിക്കുകയാണ്. സോ രണ്ടും കൂടെ കാസ്കേഡ് ചെയ്തെടുക്കുന്നു, വ്യത്യാസമൊന്നുമില്ല. സോ അടുത്ത h of z തന്നിട്ടുണ്ട്. അവിടെ 3 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, h1 of z h2 of z h3 of z. സോ ഈ രണ്ട് ടേംസ് ഒരുമിച്ച്, പിന്നെ അടുത്ത ഈ രണ്ട് ടേംസ് ഒരുമിച്ച് എടുത്തു. പിന്നെ ലാസ്റ്റ് ഇവിടെ താഴെ ഒരു ടേം ഉണ്ട്. സോ അതെങ്ങനെ എഴുതി, 1/1 minus 1/4 z raised to -1 plus 1/2 z raised to -2. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കണം, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ h of z തന്നെയാണോ കിട്ടുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം. അടുത്ത h1 of z. സോ h1 of z ന്റെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഫോം 2. മുകളിലും താഴെയും ഒരു ഡിലേ എലമെന്റേ വരുന്നുള്ളൂ. സോ നടുക്ക് ഒരു ഡിലേ എലമെന്റ്. താഴത്തെ പോർഷൻ നോക്കുക, 1ഉം 1/4 സോ 1ഉം -1/4. മുകളിൽ അതുപോലെ തന്നെ 1ഉം -1/2. അടുത്തത് നോക്കുക, അടുത്തതിനകത്ത് അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് വേണം അടുത്തതിന്റെ ഇൻപുട്ട് ആയിട്ട് എൻ്റർ ചെയ്യാൻ. സോ അടുത്തത് നോക്കുമ്പോൾ 2 ഡിലേ എലമെന്റ്സ് വരുന്നുണ്ട്. സോ 2 ഡിലേ എലമെന്റ്സ് പ്ലേസ് ചെയ്തു. താഴെ നോക്കുമ്പോൾ 1 അതുപോലെ, ബാക്കിയുള്ളതിന്റെ കോഎഫിഷ്യന്റ് ഇന്റർചേഞ്ച് ചെയ്യണം സൈൻ. സോ -1 -1/2 -1 -1/2. മുകളിൽ അതുപോലെ 1 -1/2 +1/4. ഇനി അടുത്ത പോർഷൻ നോക്കുമ്പോൾ ഇവിടെ താഴത്തെ പോർഷൻ നോക്കുമ്പോൾ ഏതാണ്, എത്ര ഡിലേ എലമെന്റ്സ് വേണം, 2 ഡിലേ എലമെന്റ്സ്. സോ നടുക്ക് 2 ഡിലേ എലമെന്റ്സ് പ്ലേസ് ചെയ്തു. 1 അതുപോലെ -1/4 +1/4 +1/2 -1/2. മുകളിൽ ഒരെണ്ണേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 1 മാത്രം മാർക്ക് ചെയ്യുന്നു. ഔട്ട്പുട്ട് y of n എടുക്കുന്നു. സോ എല്ലാത്തിനും എന്ത് ചെയ്തെടുത്തിട്ടുണ്ട്, കാസ്കേഡ് ചെയ്തെടുത്തു.